ലീഡറുടെ മകൾ എന്നതല്ലാതെ എന്തുണ്ട് രാഷ്ട്രീയത്തിൽ പത്മജയ്ക്ക് അഡ്രസ്സായി? അങ്ങനെ എടുത്തു പറയാൻ ഒന്നുമുണ്ടായില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. 2004 മുകുന്ദപുരത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ച് ലോനപ്പൻ നമ്പാടനോട് തോറ്റു. 2016 2021 അന്നുവരെ ഉറച്ച സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ച് തോറ്റു. സംസ്ഥാന കോൺഗ്രസിലെ നേതൃപദവികളിലേക്കും അവരോധിതയായെങ്കിലും അവരുടെ ശബ്ദമേ കേട്ടിട്ടില്ല കേരള രാഷ്ട്രീയം ഏറെയൊന്നും. പാർട്ടി വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നതാണ് പത്മജയുടെ ഇപ്പോഴത്തെ പരാതി. അല്ല, BJP ജോയിൻ ചെയ്യാൻ തന്നെ എടുത്തുള്ളൂ. പക്ഷെ ഈ പാർട്ടിയിൽ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി എടുത്ത തീരുമാനമാണ്. കാരണം ഇവര് പറയില്ല എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ. അതൊക്കെ എത്ര മാത്രം എന്നെ ഇട്ടിട്ട് നടത്തി എന്നെ നാണം കെടുത്തിയിട്ടൊക്കെയാ. എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ വൈസ് പ്രസിഡന്റായിരുന്ന എന്നെ നേരെ താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ലീഡർഷിപ്പിലെ ഒരാളെ ഞാൻ പറ്റി കംപ്ലൈന്റ് പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല. അതുകൊണ്ട് ആൾക്ക് കൊടുക്കണ്ട, എന്നാ പിന്നെ ഞാനും വേണ്ട. അവരെയും എന്നെയൊക്കെ കമ്പയർ ചെയ്യുക ഒരേ മാതിരി എന്ന് പറയുമ്പോ അതെന്റെ ഒരു അപമാനമാണ്. എന്നാലും ഞാൻ പോട്ടെ, ഞാൻ മിണ്ടിയില്ല. 3 കൊല്ലം വെറും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാൻ പറഞ്ഞ തൃശ്ശൂര് ഒരു പോസ്റ്റ് വെച്ചാൽ പോലും അവിടെ പത്മജി ഉണ്ടാവില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ എന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അറിയാം. എന്നിട്ട് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ ഈ ഒരു അവഗണന? എല്ലാവരും ആകെ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഇച്ചിരി സിമ്പതി കാണിച്ചത് ആകെ KPC പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. KPC പ്രസിഡന്റ് എന്നെ പലപ്പോഴും സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പോലും പല സമയത്തും നിസ്സഹായനായി പോണത് ഞാൻ കണ്ടു. അപ്പൊ അല്ലാണ്ട് വേറെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളുടെ എതിരെ നിന്ന് അപമാനിക്കലായിരുന്നു. ഞാൻ എല്ലാം സഹിച്ചു നിന്നു എന്റെ അച്ഛന്റെ മന്ദിരം പണിയെന്നുള്ളൊരു ആഗ്രഹത്തില്.